CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ CPIൽ പൊട്ടിത്തെറി. CPI നേതാവും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ അഭിലാഷ് വി ചന്ദ്രൻ പാർട്ടി വിട്ടു. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജനും സഹോദരൻ KK ജ്യോതിരാജിനുമെതിരെ കടുത്ത ആരോപണം. പ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇനിയുള്ള ഗുരുഭവനപുരിയിലെ 15 ദിനരാത്രങ്ങൾ സംഗീതസാന്ദ്രമാകും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ 15 ദിവസങ്ങളിലായി വേദി പങ്കിടും. വൃശ്ചികപുലരിയിൽ ദർശനപുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. മണ്ഡലകാല ആരംഭ ദിനത്തിൽ തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയ തിരക്ക്. കുന്നംകുളം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 39 വാർഡുകളിൽ ഘടകകക്ഷികൾക്കായി നീക്കിവെച്ച 3 സീറ്റുകളൊഴിച്ച് 36 വാർഡുകളിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടന്നത്. BJP വടക്കേകാട് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. നായരങ്ങാടിയിൽ നടന്ന ചടങ്ങ് BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് ഉദ്ഘാടനം ചെയ്തു. LDF കടവലൂർ പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. 22 വാർഡുകളിൽ CPIക്ക് നീക്കിവെച്ച 10ാം വാർഡ് ഒഴികെ പഞ്ചായത്തിലെ 21 വാർഡുകളിലേക്കും 3 ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുമുള്ള CPM സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. വെള്ളറക്കാട് കൊല്ലംപടി തേജസ് കോളേജിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആറ്റൂർ സ്വദേശി ഉമേഷ്, വരവൂർ സ്വദേശി സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംസ്ഥാന മുന്നോക്ക EBC കമ്മീഷൻ അംഗമായി സർക്കാർ നിയമിച്ച സെബാസ്റ്റ്യൻ ചൂണ്ടലിന് കുന്നംകുളം സീനിയർ എഡിറ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പൗരസ്വീകരണം നൽകി. അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളിയിൽ ഫ്രാൻസിസ് സേവ്യറിന്റെയും സെബസ്ത്യാനോസിന്റെയും കന്യകാമാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കേരള ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ, തൃശൂർ ജില്ലാ ദേശീയ ഹരിതസേന എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ത്രിദിന പ്രകൃതി പഠന സഹവാസ ക്യാമ്പ് നടത്തി. മമ്മിയൂർ അയ്യപ്പഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് ഡിസംബർ 13 നടത്തും. മമ്മിയൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് വിളക്കുകുറിക്കൽ ചടങ്ങ് നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുന്നയൂർകുളം ആൽത്തറ യൂണിറ്റിൽ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതി പ്രകാരം മരണാനന്തര ആനുകൂല്യമായ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. താമരയൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 31ാമത് ദേശവിളക്കിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് നിർവഹിച്ചു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ സമ്മേളനം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.